ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തതും എൻ്റെ ഒരു ഗാർഡൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്ന ചെടി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ചെടിയാണ് ഇന്ന് ഞാൻ പിരിച്ചു നടാൻ പോകുന്നത് കേട്ടോ. നമുക്കിത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെയാണ് തറയിൽ ചട്ടിയിലും ഒക്കെ നടാൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്ക് സത്യത്തിൽ എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർക്ക് ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഞാൻ നട്ട് ഇതുപോലെ പിടിച്ചു വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് 2 ചട്ടികളിലാക്കിയിട്ട് തറയിൽ കൂടി നട്ടാൽ ഇതിനേക്കാളും ഭംഗിയായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ 2 വലിയ ചട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല ഒരു അടിപൊളി ഒരു കളറാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനങ്ങനെ വെയിലോ അല്ല തണലോ അങ്ങനെ ഒന്നും ഒരു കാലാവസ്ഥയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തെന്ന് പറയുമ്പോൾ നല്ല വെയിലടിക്കുന്ന ഭാഗമാണ്. അപ്പോൾ നല്ല ഒരു അടിപൊളി കളറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോയിൽ ആ ഒരു കളറൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ചട്ടിയിൽ മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചാണാനും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് നടുന്നത്. അങ്ങനെ എൻ്റെ ഗാർഡൻ സെറ്റിങ്സിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ചെടി തറയിൽ കൂടി നട്ടുവെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് 2 ചട്ടികളിലാക്കി നടാൻ പോകുന്നത് കേട്ടോ. അപ്പം ചാണാനൊക്കെ ഇട്ട് നടുമ്പോഴത്തേക്കും നല്ല രീതിക്ക് തന്നെ ബുഷിയായിട്ട് വളരും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ തറയിൽ ഇതുപോലെ ചെടിച്ചട്ടികളിൽ നട്ട് വയ്ക്കുകയാണെങ്കിൽ ചെടിച്ചട്ടി നല്ല നിറഞ്ഞ് കവിഞ്ഞ് വളരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെയാണ് നമുക്കല്ലാതെ ചെടിച്ചട്ടിയിൽ തറയിൽ നടാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും ചെടിച്ചട്ടികളിലാണ് ഓരോ ചെടികളും നട്ടുവെക്കുന്നത്. കാരണം ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ തറയെന്ന് പറയുന്നത് വെയിലടിക്കുമ്പോൾ നല്ല രീതിക്ക് അങ്ങ് വരണ്ട് പോകുന്ന തറയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ തറയിൽ അങ്ങനെ ചെടികളൊന്നും അധികം നടാൻ പറ്റത്തില്ല. അപ്പോൾ ചെടിച്ചട്ടിയിൽ നടുമ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് തണലും വെയിലത്തും ഒക്കെ നമുക്ക് മാറ്റി മാറ്റി വെച്ച് കൊടുക്കാനും പറ്റും. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇത് ചെടിച്ചട്ടികളിൽ തന്നെ എൻ്റെ വീട്ടിലെ ചെടികളെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭംഗിക്കനുസരിച്ചും ഓരോ രീതിക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ അധികം ഒരുപാട് കൂടിയ ചട്ടികളൊന്നും അല്ല മേടിക്കുന്നത്. 25, 20, 30 അങ്ങനെയൊക്കെ റേറ്റിനുള്ളതാണ് കേട്ടോ ഞാൻ മേടിക്കാറ്. അപ്പോൾ വലിയ ചട്ടി നമ്മൾ 100-ൻ്റെയൊക്കെ ചട്ടിയൊക്കെ മേടിച്ചിട്ട് നടുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ചെടികൾ അടിപൊളിയായിട്ട് വളർന്നു വരും. ഇതൊരു കുഞ്ഞു തണ്ട് മതി കേട്ടോ നമുക്ക് ഇത് നട്ട് പിടിപ്പിക്കാനെന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ അതുപോലെ തന്നെയാണ് ഇത് നമ്മൾ ഒരു ഭാഗത്തു നിന്ന് ഇത് ഒടിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഒരുപാട് തണ്ടുകൾ പിന്നെ പൊട്ടി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഹാങ്ങിങ് പ്ലാന്റ് ആയാലും അതുപോലെ തന്നെയാണ് താഴെ നട്ടേക്കുന്നതിൽ നിന്നായാലും വളരുന്നതിനനുസരിച്ച് കുറച്ച് ഒടിച്ച് വേറെ മാറ്റിയൊക്കെ നടുകയാണെങ്കിൽ ആ നട്ടേക്കുന്ന ചെടിച്ചട്ടിയിൽ നിന്നും ഒരുപാട് പ്ലാന്റുകൾ വരികയും നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യും കേട്ടോ. ഞാനിവിടെ എൻ്റെ തൂക്ക് ചെടികളിൽ ഏറ്റവും ഭംഗിയുള്ളത് ഈ ഒരൊറ്റ ചെടിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയതും ഈ ഒരു ചെടിയാണ്. ഞാൻ കൂടുതലും എൻ്റെ വീട്ടിലുള്ളതെന്ന് പറയുന്നത് തണലത്ത് വയ്ക്കുന്ന ചെടികളാണ് കേട്ടോ. പൂക്കൾ പിടിക്കുന്ന ചെടികൾ ഇപ്പോൾ തീരെ കുറവാണെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു വലിയ മാവ് നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നല്ല തണലാണ്, എപ്പോഴും മുറ്റത്ത് നല്ല തണലാണ്. അപ്പോൾ തണലത്ത് വളരാൻ പറ്റിയ പ്ലാന്റുകളാണ് കേട്ടോ എൻ്റെ പക്കലുള്ളതെല്ലാം. അപ്പോൾ നമ്മൾക്ക് ഈ വെയിലൊക്കെ വന്നാലും ഈ തണലത്തോട്ട് നമുക്കെടുത്ത് മാറ്റി വെച്ച് സംരക്ഷിക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ചെടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കുഞ്ഞു തണ്ട് മതി കേട്ടോ നമുക്ക് നട്ട് മൂട് പിടിപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കളർ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ഇത് വളർന്ന് നിൽക്കുമ്പോഴത്തേക്കും അതൊരു നമ്മുടെ വീട്ടിൽ എത്ര ചെടികളുണ്ടെങ്കിലും ഇത് എടുത്ത് അറിയിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. മിക്ക ആൾക്കാരുടെ വീട്ടിലും ഈ ഒരു പ്ലാന്റ് കാണും. അപ്പോൾ ഇതിൻ്റെ വലിയ ഇനമുണ്ട് കേട്ടോ. അപ്പോൾ വലുത് ഇപ്പോൾ എൻ്റെ പക്കലില്ല, അത് നശിച്ചു പോയി. മഴ വന്നപ്പോഴത്തേക്കും അത് കുറേയൊക്കെ അഴുകിപ്പോയി കേട്ടോ. അതിനകത്ത് പൂവൊക്കെ പിടിക്കുമായിരുന്നു, പക്ഷേ ഇതിനകത്ത് അങ്ങനെ പൂവൊന്നും പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതിനകത്ത് നട്ട് മൂട് പിടിച്ച് നല്ല ബുഷിയായിട്ട് വന്നിട്ട് വേണം ഇനിയും 2-3 ചട്ടികളിലാക്കി ഈ ഒരു പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ ചെടികളും ഇതുപോലെ തന്നെയാണ്. എല്ലാ ചെടികളും ഒരു 2-3 തൈയും അതുപോലെ തന്നെയാണ് ഇതുപോലെ ബുഷിയായിട്ട് വളർന്നുമൊക്കെ നിൽക്കുന്നത്. ഞാൻ ഇനി ഒരുപാട് ചട്ടികളിലാക്കിയിട്ട് ഫ്രണ്ടിൽ വെക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ശരിക്കും ഒരു എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് അഗ്ലോണിമയുടെ തൈകളും അതുപോലെ തന്നെയാണ് ചെടികളും ഒക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ വാങ്ങണം. കാരണം എൻ്റെ കയ്യിലിപ്പോൾ കുറച്ച് അഗ്ലോണിമ കളക്ഷനൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനിയും ഒരുപാട് വലിയ നല്ല രീതിക്ക് നല്ല കളറുള്ള അഗ്ലോണിമയൊക്കെ വാങ്ങണം. അതുപോലെ തന്നെയാണ് എനിക്ക് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ചട്ടികളും വാങ്ങാനുണ്ട് കേട്ടോ. ഇനിയും ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സുകൾ തൂക്കിയിടാനായിട്ടുണ്ട്.
അങ്ങനെ ഞാൻ ഇതിന് മുമ്പ് നട്ട എൻ്റെ ബോർഡർ ഗ്രാസ് ഒക്കെ അടിപൊളിയായിട്ട് വളർന്നൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്ക് നമ്മുടെ പൂച്ച കുഞ്ഞന്മാർ ചെന്ന് അത് വലിച്ച് എടുത്ത് കളയാറൊക്കെ ഉണ്ട് കേട്ടോ. വീണ്ടും ഞാൻ നട്ടൊക്കെ വയ്ക്കും. പക്ഷെ അത് വളർന്നു വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.